പ്രൈസ് ദി ലോർഡ്. ദി ഷെപ്പേഴ്സ് ഹാർപ്പ് 164 എപ്പിസോഡിലേക്ക് ഏവർക്ക് സ്വാഗതം. ഈ പ്രഭാതത്തിലെ വചനചിന്തയ്ക്കായി വിശുദ്ധ തിരുവെഴുത്തിൽ നിന്നും ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. 2 ദിനവൃത്താന്തം 20-ാം അധ്യായം 15-ാം വാക്യം. യഹോശാഫത്ത് രാജാവിനോട് ദൈവം അരുളി ചെയ്തത്, ഈ വലിയ സമൂഹ നിമിത്തം ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റെതത്രേ. 2 ദിനവൃത്താന്ത പുസ്തകത്തിലെ 3 പ്രാവശ്യം ഭയപ്പെടേണ്ട എന്നുള്ള വാക്ക് നമുക്ക് കാണുവാൻ സാധിക്കും. 2 ദിനവൃത്താന്തം 20-15, 20-17, 32-7. അല്ല, ആദ്യത്തെ 2 ഭാഗങ്ങളും യഹോശാഫാത്ത് രാജാവിനോട് ഉള്ള ബന്ധത്തിലാണ് പറയുന്നത്. എന്നാൽ 32-ാം അധ്യായത്തിൽ ഹിസ്കിയാ രാജാവിനുള്ള ബന്ധത്തിലാണ് അത് പറയുന്നത്. 2 ഭാഗങ്ങളും ഏകദേശം ഒരേപോലെയുള്ള സാഹചര്യമാണ്. ഇസ്രായേൽ മക്കൾ യുദ്ധം നേരിട്ട സമയങ്ങളിൽ അവരുടെ രാജാക്കന്മാരായിരുന്ന യഹോശാഫാത്തിന്റെ കാലത്ത് യുദ്ധം നേരിട്ടപ്പോൾ യഹോശാഫാത്തിനോട് ദൈവാത്മാവ് പറയുന്നത്, ആ വലിയ സമൂഹം, എതിരായി നിൽക്കുന്ന വലിയ സമൂഹത്തെ കണ്ട് നീ ഭയപ്പെടരുത്, ഭ്രമിക്കരുത്, യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റെ അതത്രേ. 2-ാമത്തെ ഭാഗത്തിൽ ഹിസ്കിയാവിനോട് പറയുന്നത്, 32-ാം അധ്യായം 7-ാം വാക്യത്തിൽ വായിക്കുന്ന, അശ്ശൂർ രാജാവിനെയും അവനോടുകൂടിയുള്ള പുരുഷാരത്തെയും ഭയപ്പെടരുത്, നിങ്ങൾ ഭ്രമിക്കുകയും അരുത്, അവരോട് കൂടെയുള്ളതിലും വലിയവൻ നമ്മോട് കൂടെ ഉണ്ട്. ആദ്യത്തെ ഭാഗത്ത് പറയുന്നത് വലിയ സമൂഹത്തെ കണ്ട് ഭയപ്പെടേണ്ട എന്ന് പറയുമ്പോൾ തന്നെ ദൈവം യുദ്ധം ചെയ്യുമെന്ന് പറയുമ്പോൾ തന്നെ ആ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത 2-ാമത്തെ ഭാഗത്ത് പറയുന്നു, അവരിലുള്ളവരിലേക്കാൾ വലിയവൻ നമ്മോട് കൂടെ ഉണ്ട്. ഈ രണ്ടുകൂടെ കൂട്ടി വായിക്കുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാകുന്നത്, വലിയ പുരുഷാരത്തെ, വലിയ എതിർപ്പിനെ, വലിയ പ്രതിസന്ധിയെ കണ്ട് നാം ഭയപ്പെടേണ്ടതില്ല. കാരണം ഈ ജനത്തിൻ്റെ വലിപ്പമോ പ്രതിസന്ധിയുടെ വലിപ്പമോ അല്ല നാം നോക്കേണ്ടത്, നമ്മോട് കൂടെയുള്ള ദൈവത്തിൻ്റെ വലിപ്പമാണ്. ഇതിലെല്ലാം വലിയവനായ ദൈവം, ഇതിലെല്ലാം സർവശക്തനായ ദൈവം, ഈ പ്രയാസത്തിൻ്റെയും പ്രതികൂലത്തിൻ്റെയും ഈ യുദ്ധത്തിൻ്റെയും പ്രതിസന്ധികളുടെയും ഒക്കെ മധ്യേ തൻ്റെ ജനത്തെ വിടുവിപ്പാൻ ദൈവം മതിയായവനാണ്. അവരോടുകൂടെ ഉള്ളതിനേക്കാൾ അധികം പേര് ഇവർക്കില്ലെങ്കിലും അവിടെ വലിയവനായ ദൈവം ഉണ്ട്, ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട, ഭ്രമിക്കേണ്ട എന്നാണ് അവിടെ കാണുവാൻ സാധിക്കുന്നത്. ഈ വചനം കേൾക്കുന്ന പ്രിയ ദൈവപൈതലേ, ഇന്നും ഈ പൊളിറ്റിക്കൽ ഇസ്രായേലിന് യുദ്ധം നേരിട്ടുകൊണ്ടിരിക്കുകയാണല്ലോ, ഇറാനുമായിട്ടുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അവിടെയും ദൈവത്തിലേക്ക് അവർ തിരിയുകയാണെങ്കിൽ, ദൈവത്തിലേക്ക് അവർ നോക്കുമ്പോൾ അവരെ വിടുവിക്കുന്ന സാഹചര്യം നമുക്ക് കാണുവാൻ സാധിക്കും. അത് മോശയുടെ നേതൃത്വത്തിൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട നാൾ മുതൽ കനാനിലെത്തിയപ്പോഴും തുടർന്നും അനേക യുദ്ധങ്ങളെ ഇസ്രായേൽ നേരിട്ടിട്ടുണ്ട്. എന്നാൽ അതിന്മേലെല്ലാം ദൈവമാണ് അവർക്ക് ജയം കൊടുത്തത്. ഇവിടെ യഹോശാഫാത്തിനോട് പറയുന്നു, ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അങ്ങനെ ദൈവം യുദ്ധം ചെയ്തത് കൊണ്ടാണ് ഇത്രയും നാളും ആ ചെറിയൊരു രാജ്യം പിടിച്ചു നിൽക്കുന്നത്. ഇന്നും അവർ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റുവാൻ അനേകർ ശ്രമിച്ചിട്ടും അത് സാധിക്കാതെ പോയത് കാരണം ദൈവം അവരുടെ കൂടെ ഉള്ളത് കൊണ്ടായിരുന്നു. ഇന്ന് നമുക്ക് ആ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, ആ രാജ്യത്തിന്റെ സ്വസ്ഥതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതോടൊപ്പം നമ്മളെയും ദൈവസന്നിധി സമർപ്പിക്കാം. ഇന്ന് പകൽ ഈ വചനത്തിന് മുമ്പായി നമ്മളെ സമർപ്പിക്കാം. നമ്മുടെ കാര്യം നടത്തുവാൻ നമ്മുടെ ദൈവം മതിയാവനാണ്. അവൻ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ, അവൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ, മോശ കൊണ്ട് പ്രാർത്ഥിച്ചു, ദൈവമേ അങ്ങയുടെ സാന്നിധ്യം എൻ്റെ കൂടെ പോരണം. കാരണം താൻ വാക്സാമർത്ഥ്യം കുറഞ്ഞവനായിരുന്നു, തനിക്ക് ഫറവോന്റെ മുമ്പിൽ നിൽക്കുവാനുള്ള ധൈര്യമില്ലായിരുന്നു. എന്നാൽ ധൈര്യപ്പെടുത്തി കൂടെ നിന്ന് ശക്തീകരിച്ച് തനിക്ക് സഹായിയായി അഹരോനെ നൽകി വേണ്ടുന്ന ക്രമീകരണം ചെയ്ത ഒരു ദൈവമുണ്ട്. പകൽക്കാലം നമ്മുടെ ജോലിയിലായിരിക്കാം, നമ്മുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലകളിൽ, നാം ഭയപ്പെടുന്ന മേഖലകളിൽ, പ്രതിസന്ധികളെ നേരിടുന്ന മേഖലകളിൽ, എങ്ങനെ ഇതിനെ തരണം ചെയ്യുമെന്ന് വിചാരിക്കുന്ന മേഖലകളിൽ ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ, ദൈവ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായും അതിന് അതിജീവിപ്പാനുള്ള കൃപ ദൈവം നമുക്ക് തരും. നമ്മൾ ഈ വചനം ചിന്തിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം, 1, യുദ്ധം ദൈവത്തിനുള്ളതാണ്. 2, നമ്മളെ കൂടെയുള്ളവൻ അവരുടെ കൂടെയുള്ളവരെക്കാൾ വലിയവനാണ്. സർവശക്തനായ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ നമ്മെ ഏൽപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് നമ്മെ ഇന്ന് കാലം സമാധാനത്തോടെ കാക്കുമാറാകട്ടെ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ വചനം കേൾക്കുന്ന നിന്റെ ജനത്തെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഭയപ്പെടാതെ, ഭ്രമിച്ചു പോകാതെ, ദൈവത്തിൽ ആശ്രയിച്ച് ജയകരമായ ഒരു ക്രിസ്ത്യ ജീവിതം, വിജയകരമായ ഒരു ആത്മീയ ശുശ്രൂഷ ചെയ്തെടുപ്പാൻ നിന്റെ മക്കളെ സഹായിച്ചാട്ട്, കൃപയ്ക്കുള്ളിൽ മറച്ചാട്ട്. പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.